ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടിൻറ്റൂസ് ലൈഫിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഇറ്റ്സ് നത്തിങ് ബട്ട് ഡ്രംസ്റ്റിക് ലെൻറ്റിൽസ് കറി. സോ പേര് പോലെ തന്നെ നമുക്കിതിലേക്ക് ലെൻറ്റിൽസ്, അതായത് പരിപ്പ് ആവശ്യമായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഞാൻ 3 ഡ്രം സ്റ്റിക്സ് ആണ് എടുത്തിരിക്കുന്നത്. മുരിങ്ങക്കോല്, അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം നോക്കാം. അതിനു വേണ്ടിയിട്ട് തേങ്ങയും ചുവന്നുള്ളിയും പച്ചമുളകും മഞ്ഞപ്പൊടിയും ചെറിയ ജീരകവും ഉപ്പും വെള്ളമൊക്കെ ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിരിക്കുന്നതാണിത്. അപ്പം ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഒരു ടൊമാറ്റോയും അതേപോലെ തന്നെ ഒരു സവോളയുമാണ്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. അതിനുശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ആ പരിപ്പെല്ലാം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് പരിപ്പ് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പരിപ്പിന് ഒരു നെകക്കെയുള്ള വെള്ളം ഒഴിച്ചാൽ മതി, ഒരുപാട് വെള്ളം ആവശ്യമില്ല. ഇനി നമുക്ക് ഈ പരിപ്പ് ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതായ ആ തക്കാളിയും സവോളയും ഒക്കെ നമുക്ക് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ നമുക്ക് ഇതിലേക്ക് ആദ്യം നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു സവോള അരിഞ്ഞതുണ്ടല്ലോ, അതും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക നമ്മുടെ പരിപ്പുമായിട്ട്. അടുത്തതായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഡ്രം സ്റ്റിക്സ്, അതായത് മുരിങ്ങക്കോല്, നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. നമ്മൾ ആവശ്യത്തിനുള്ള പരിപ്പിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടൊന്നുമില്ല. കാരണം നമുക്കിതെല്ലാം ഒന്ന് വെന്ത് കിട്ടുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം അരപ്പ് നമ്മൾ ഉണ്ടാക്കിയത് അല്പം വെള്ളം ചേർത്ത് ഒരു ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തതാണ്. ഇപ്പം നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എങ്കിൽ മാത്രമേ നമ്മുടെ പച്ചക്കറികളിലൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ഉണ്ടാവുകയുള്ളൂ. സോ എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ പച്ചക്കറികളൊക്കെ ചെറുതായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നല്ലപോലെ ഒന്ന് വേകാൻ വേണ്ടിയിട്ട് നമ്മളൊരു ലിഡ് വെച്ചിട്ടൊന്ന് ക്ലോസ് ചെയ്ത് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാൻ പോവുകയാണ്. അതിനുശേഷം കുറച്ച് കഴിയുമ്പോൾ നമ്മളൊന്ന് ലിഡ് മാറ്റിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അതേപോലെ തന്നെ നമ്മുടെ പച്ചക്കറികളൊക്കെ വെന്തോ എന്നും കൂടെ നോക്കണം. ഇപ്പം നമ്മുടെ കറി ഇങ്ങനെ തിളച്ചു മറിയുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ എല്ലാം ഒന്ന് സ്റ്റിർ ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. തക്കാളിയൊക്കെ ഉടഞ്ഞോന്നൊന്ന് നോക്കാം. കുറച്ച് ടൈമും കൂടെ അങ്ങനെ അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നോക്കുമ്പം നല്ലപോലെ വെന്തിട്ടുണ്ട്. സോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഫൈൻ പേസ്റ്റ് ഉണ്ടല്ലോ, തേങ്ങയും ചുവന്നുള്ളിയും പച്ചമുളകും മഞ്ഞപ്പൊടിയും അതേപോലെ തന്നെ ചെറിയ ജീരകവും ഉപ്പും വെള്ളമൊക്കെ ചേർത്ത് അരച്ച ആ പേസ്റ്റ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ആ അരപ്പിലേക്ക് ചേർത്തിട്ട്
നമുക്ക് വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഒരല്പം കൂടെ അതിൽ ചേർത്തിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ അരപ്പും ഇതേപോലെ തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ബാക്കിയുള്ള വെജിറ്റബിൾസുമായിട്ടൊക്കെ നല്ലപോലെ മിക്സ് ചെയ്ത് ചേർക്കാം. ഇനി നമുക്ക് ഒരു മുരിങ്ങക്കോൽ എടുത്തിട്ട് അത് വെന്തോ എന്നുള്ളത് നോക്കണം. ഉള്ളൊക്കെ വെന്തോ എന്നുള്ളത് പ്രോപ്പർ ആയോ എന്നൊന്ന് നോക്കുക. ഇപ്പോൾ കുറച്ചുകൂടെ വേകാനുണ്ട്, അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടി അതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. അതേപോലെ തന്നെ നമ്മൾ എടുത്ത് പൊഴിച്ചിട്ടുള്ള ആ അരപ്പിൻ്റെ പച്ച മണവും കൂടി ഒന്ന് പോകണം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇൻ കേസ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനൊന്നും കൂടെ ലിഡ് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ കറിയൊക്കെ നല്ല തിളച്ച് നല്ലതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സർവിങ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. ഇപ്പം നമ്മളുടെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ നമ്മുടെ ഡ്രംസ്റ്റിക് ലെൻറ്റിൽസ് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.